വാർത്തയിലേക്ക് വീണ്ടും. കൊച്ചിൻ റിഫൈനറിയിലെ തീപിടുത്തത്തെ തുടർന്ന് വീട് വിട്ടുപോകേണ്ടി വന്നവരോട് നിലവിൽ താമസിക്കുന്ന ചോറ്റാനിക്കരയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഒഴിയണമെന്ന് കമ്പനി. പകരം സംവിധാനമൊരുക്കാതെയാണ് ഹോട്ടൽ മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ ഭക്ഷണം നൽകിയില്ലെന്നും പരാതിയുണ്ട്. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, എന്താണ് ഇപ്പോൾ അവിടെയുള്ള താമസക്കാർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം? മറ്റൊരു താമസ സൗകര്യം പോലും ഒരുക്കാതെ ഹോട്ടലിൽ നിന്ന് മാറാനാണോ അവരോട് പറഞ്ഞിട്ടുള്ളത്? ദിവ്യ, കഴിഞ്ഞ ജൂലൈ 8-നായിരുന്നു കൊച്ചിൻ റിഫൈനറിയിൽ തീപിടുത്തം ഉണ്ടായത്. അന്ന് വീട് വിട്ടു പോയ അയ്യങ്കുഴി നിവാസികൾക്കാണ് ഇപ്പോൾ കമ്പനി ഭക്ഷണം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഭക്ഷണം തന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് പ്രതിഷേധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ചോറ്റാനിക്കരയിലെ സ്വകാര്യ ഹോട്ടലിൽ റിഫൈനറിയുടെ ചിലവിലാണ് അയ്യൻകുഴി നിവാസികൾ താമസിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് മുതലാണ് ഇവർക്കുള്ള ഭക്ഷണ വിതരണം നിർത്തിയിട്ടുള്ളത്. താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഉടൻ തന്നെ മാറണമെന്നും അവിടെ നിന്ന് ഇറങ്ങണമെന്ന നിർദ്ദേശവും കമ്പനി നിലവിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനമാകാതെ ഹോട്ടൽ വിടില്ല എന്ന നിലപാടാണ് അയ്യൻകുഴി നിവാസികൾക്കുള്ളത്. മലിനീകരണം രൂക്ഷമായ 9.5 ഏക്കർ സ്ഥലം കമ്പനി ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഉടൻ പരിഗണിക്കണമെന്ന് ചീഫ് സെക്രട്ടറി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ തുടർ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ റിപ്പോർട്ടിലും അയ്യൻകുഴി പ്രദേശം താമസയോഗ്യമല്ല എന്നായിരുന്നു റിപ്പോർട്ട്. രോഗികളും കുട്ടികളുമായി ഒരു കാരണവശാലും അയ്യൻകുഴിയിലേക്ക് തിരിച്ചു പോകില്ല എന്നാണ് നിലവിൽ നാട്ടുകാരുടെ നിലപാട്. കൊച്ചിൻ റിഫൈനറിയുടെയും HOCയുടെയും മതിലുകൾക്കുള്ളിൽ 9.5 ഏക്കർ സ്ഥലത്താണ് 42 കുടുംബങ്ങൾ താമസിക്കുന്നത്. വർഷങ്ങളായി ഇവർ ഇവിടുത്തെ അന്തരീക്ഷ ശബ്ദ മലിനീകരണങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള സമരത്തിലാണുള്ളത്. കോടതി അയ്യൻകുഴി നിവാസികളുടെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാരോ കമ്പനികളോ വേണ്ട നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ഇവിടുത്തെ വായുവും വെള്ളവും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് 30 ദിവസം തുടർച്ചയായി പരിശോധിച്ച് വെള്ളത്തിലും വായുവിലും മലിനീകരണ വസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. നാട്ടുകാർക്ക് വലിയ തോതിലുള്ള മെഡിക്കൽ പരിശോധനയിലും വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് തിരികെ പോകാനാകില്ല, ഈ റിഫൈനറിയുടെ പരിസരത്തേക്ക് വീണ്ടും തിരികെ പോയി താമസിക്കാനാകില്ല എന്ന് നാട്ടുകാർ പറയുന്നത്. നിലവിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകാതെ ഇറങ്ങിക്കൊടുക്കാനാവില്ല എന്ന നിലപാടിലാണ് നിലവിൽ നാട്ടുകാരുള്ളത്. ഇന്ന് രാവിലെ മുതൽ പട്ടിണി കിടന്ന് സമരം ചെയ്യാമെന്നാണ് നിലവിൽ നാട്ടുകാരുടെ തീരുമാനം. ദിവ്യ.